അങ്ങനെ പിന്നീടുള്ള 1 വീക്ക് ഓഫീസിൽ പോകലും വരലും ഒക്കെ ആയിരുന്നു. ഓഫീസിൽ നിന്ന് കിട്ടുന്ന ലഞ്ച് മിക്കവാറും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ബർഗറും അല്ലെങ്കിൽ റോളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇടയ്ക്കിടയ്ക്ക് പലതരം റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഫുഡ് കഴിച്ചു, പാകിസ്ഥാനും തായ്ലൻഡ് റെസ്റ്റോറൻറ്റും ഒക്കെ. ഇടയ്ക്കൊരു ദിവസം ഓഫീസ് ബിൽഡിംഗിൽ ഫയർ അലാം വന്നിട്ട് എത്ര പെട്ടെന്നാണെന്നറിയോ ഇവരൊക്കെ എത്തിയത്. അതൊരു ഫോൾസ് അലാം ആയിരുന്നു. ഇടയ്ക്ക് 2 ഡേയ്സ് വർക്ക് ഫ്രം ഹോം എടുത്തു. ഇതിനിടയ്ക്ക് എൻ്റെ ബാക്കി വരാനുള്ള ഫേർണിച്ചേഴ്സ് വന്നു, ചെറിയൊരു ഇലക്ട്രിക് വർക്കൊക്കെ നടത്തി, പുതിയ വാഷിംഗ് മെഷീനൊക്കെ ഉദ്ഘാടിച്ചു. ഫൈനലി എൻ്റെ ടാക്സ് നമ്പർ അപ്ലൈ ചെയ്തൊക്കെ കിട്ടി. അത് പോസ്റ്റ് വഴിയാണ് വന്നത്. ഇവിടെ കത്തുകൾ അയക്കുന്നത് നാട്ടിലെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് കേട്ടോ. റെയിൽവേ വരെ അയച്ചിട്ടുണ്ട്. അടുത്ത 2 ദിവസം റെയിൽവേ പണി നടക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഏരിയയിൽ ട്രെയിൻ ലേറ്റ് ആകുമെന്ന്. എന്ത് ഉത്തരവാദിത്തം അല്ലേ? എന്തുമാത്രം കത്തുകളാണെന്നറിയോ ഈ വന്ന് കിടക്കുന്നത്. കുറെ ജങ്ക് മെയിൽസും ഉണ്ട്. ഇടയ്ക്ക് 2 ഡേയ്സ് ഞാൻ ട്രെയിനിൽ ഫ്രീ ആയിട്ടാണ് ട്രാവൽ ചെയ്തത് കേട്ടോ. എന്തോ റെയിൽവേയുടെ പണി നടക്കുന്നതുകൊണ്ട് ട്രെയിനും മെട്രോയും ഒക്കെ എങ്ങോട്ട് പോകാനും എല്ലാവർക്കും ഫ്രീ ആയിരുന്നു. അങ്ങനെ സിഡ്നിയിലെ ആദ്യത്തെ മഴ കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, മഴ കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഓഫീസിലെ ഒരു കൊളീഗുമായി ഒരു ഡിന്നറിന് പോയി, ഹാരിസ് പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത്. ഇന്ത്യൻ്റെ ഒരു കോളനി എന്ന് വേണമെങ്കിൽ പറയാം ഈ സ്ഥലം. ഇന്ത്യയിലെത്തിയ പോലെ തോന്നും. തിരക്കും ഉച്ചത്തിലുള്ള പാട്ടും സംസാരവും ഹോണടിയും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും അങ്ങനെയൊക്കെ. ഇടയ്ക്ക് റെയർ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ പകർത്തിയെടുത്തു. ഒരു തത്തുമ്മ എന്ത് ക്ലീനും നീറ്റും ക്രിയേറ്റീവും ആയിട്ടാണ് വെജീസ് ഒക്കെ വെച്ചേക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഇന്ത്യൻ വെയർ ഹൗസിൽ പോയെന്ന് പറഞ്ഞില്ലേ, അതിന്റെ ലൊക്കേഷൻസ് ഒക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചായിരുന്നു. അതിന്റെ എക്സാക്ട് ലൊക്കേഷൻ ലുട്കം എന്ന് പറയുന്ന ഒരു സബ്ബർബിലെ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റാണിത്. എന്താ